ഹായ് ഫ്രണ്ട്സ്, ട്രഡീഷണൽ റെസിപ്പിയായ ഒറോട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് എടുത്തേക്കുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ്. ഇതിലേക്ക് അരമുറി തേങ്ങ തിരുമിയതും കൂടി ചേർക്കുക. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ശേഷം ആവശ്യത്തിന് ഉപ്പമിട്ട് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഏകദേശം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഈ ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ മാവ് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കണം. അതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പാണ്. കൈവച്ച് കുഴയ്ക്കാൻ എന്തായാലും നമുക്ക് പറ്റത്തില്ല, അതിന് വേണ്ടിയാണ് ഞാൻ കപ്പ് എടുത്തേക്കുന്നത്. ഏകദേശം 5 മിനിറ്റോളം ഈ കപ്പ് വെച്ച് മാവ് നല്ലതുപോലെ കുഴച്ച് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൈവച്ചും കൂടെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കണം. എത്രത്തോളം മാവ് കുഴച്ചെടുക്കുന്നുവോ അത്രത്തോളം ഉറട്ടി നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഉറട്ടി എങ്ങനെ പരത്താമെന്ന് നോക്കാം. അതിനായിട്ട് ഉറട്ടിപ്പലകയോ പ്രസ്സോ ഒന്നും തന്നെ ആവശ്യം തന്നെ ഇല്ല. വാഴയില ആയാലും മതി. ഞാൻ എടുത്തേക്കുന്നത് വാഴയിലയാണ്. അതിലേക്ക് നമുക്ക് ചെറിയ ഉരുളകളാക്കിയെടുത്ത മാവ് വെച്ച് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തുന്ന ഒറോട്ടിക്ക് ഷേപ്പ് എന്തായാലും കാണത്തില്ല. ആ ഷേപ്പാക്കുവാനായിട്ട് ഒരു റൗണ്ട് ഷേപ്പിനുള്ള ഒരു അടപ്പെടുത്ത് വെട്ടിയെടുക്കുക. അപ്പോൾ അത് നല്ല ഷേപ്പിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഉറട്ടിയെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചുട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. താങ്ക് യു സോ മച്ച്.